ഹേയ് വെൽക്കം ബാക്ക്. ഇവിടെ ഏപ്രിൽ ഈദ് ഹോളിഡേയ്സ് ആയിട്ട് സ്കൂളും ഓഫീസും അവധിയായപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു. എവിടോട്ടാണെന്ന് അറിയോ? ജോർജിയ. ഈ മാപ്പിൽ കാണുന്ന പോലെ ജോർജിയ ഇസ് എ കൺട്രി അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് യൂറപ്പ് ആൻഡ് ഏഷ്യ. ഇറ്റ്സ് ക്യാപിറ്റൽ ഇസ് ടിബ്ലിസി ആൻഡ് ദ കറൻസി ഇസ് ലാരി. ഇത്രയും മിനിമം നമ്മളൊരു പുതിയ കൺട്രിയിലോട്ട് പോകുമ്പോൾ അറിഞ്ഞിരിക്കണമല്ലോ. ടിബ്ലിസി എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ശേഷം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഈദായ കാരണം നിറയെ ടൂറിസ്റ്റ് ആയിരുന്നു. GCC റെസിഡൻസിന് വിസ ഓൺ അറൈവലാണ്. ഫൈനലി വിസ എല്ലാം കിട്ടി, ബാഗ്സൊക്കെ കളക്ട് ചെയ്ത് കയ്യിലുള്ള ഡോളർ ലാറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. 4 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് നേരെ ടിബ്ലിസി സിറ്റി ടൂറിന് ഇറങ്ങി തിരിച്ചു. ഏപ്രിൽ ആയ കാരണം നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നോട്ട് വെരി കോൾഡ്, പക്ഷെ ലൈറ്റ് ജാക്കറ്റ്സ് ഇല്ലാണ്ട് പറ്റില്ല. നമ്മൾ ആദ്യം പോയത് മെത്തേക്കി ചേർച്ചിലോട്ടാണ്. ദിസ് ഇസ് എ ജോർജിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ചേർച്ച് ബിൽഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ മൊത്കാവരി. ഇത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് അറിയില്ല കേട്ടോ. ഇത് ജോർജിയയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചേർച്ചാണ്, വിച്ച് വാസ് ബിൽഡ് ബൈ എ കിങ്. ഈ കിങ് ഇവിടെ വന്ന് ഈ ചേർച്ചും അടുത്തൊരു പാലസും ബിൽഡ് ചെയ്തിട്ട് ഈ ടിബ്ലിസി ഹി മെയ്ഡ് ഹിസ് ക്യാപിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞ കിങ്ങിൻ്റെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. ഈ സ്റ്റാച്ചുവും ചേർച്ചും ഒരു ക്ലിഫിൻ്റെ മേളിലാണ് പണി ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് എൻറ്റയർ ടിബ്ലിസിയുടെ നല്ല വ്യൂ ആണ്. കേബിൾ കാർസും മൗണ്ടൻസും റിവേഴ്സും, അതിൻ്റെ ഒപ്പം നല്ല ക്ലൈമറ്റ്. ആ ഹില്ലിൻ്റെ മേളിലൊരു സ്റ്റാച്ചു കാണുന്നുണ്ടോ? ദാറ്റ് ഇസ് ദ സ്റ്റാച്ചു ഓഫ് മദർ ഓഫ് ജോർജിയ. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഈ വ്യൂ ഒന്ന് എൻജോയ് ചെയ്യാലോ. അപ്പോൾ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി കേബിൾ കാർ എടുക്കാൻ പോകുന്ന വഴിയിൽ ഈ അയോൺ ട്രീ സ്റ്റാച്ചു അറ്റ് റൈറ്റ് പാർക്ക് കണ്ടു. ദിസ് ഈസ് ഓൾസോ കോൾഡ് ദ ട്രീ ഓഫ് ലൈഫ്. പറയുന്നത് ഇതിൻ്റെ അകത്ത് കാണുന്ന ആ ചെറിയ ഡോർസ് ഓപ്പൺ ചെയ്ത് if we make a wish and we close that door, our wish will come true. I don't know if it's true. Do you believe in such things? Anyways, the cable cars വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ മദർ ഓഫ് ജോർജിയുടെ സ്റ്റാച്ചു അവിടോട്ട് എത്താനായിട്ട് കേബിൾ കാർസ് എടുക്കണം. അപ്പോൾ പിള്ളേർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് പയ്യെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കയറണം. ഇറ്റ് വിൽ നോട്ട് സ്റ്റോപ്പ് ഫോർ യു. അപ്പോൾ 1 by 1 നമ്മൾ ഓരോരായിട്ട് കയറി ഒരു 7 to 8 പീപ്പിൾ ഒരു കേബിൾ കാറിൽ വെയിറ്റ് ബാലൻസ് ചെയ്ത് ഇരിക്കണം. എന്നിട്ട് ഇത് പയ്യെ ഇറ്റ് വിൽ മൂവ് അപ്പ് സ്ലോലി. ഫുൾ സിറ്റീൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടും കേട്ടോ. ഹൈറ്റ്സ് പേടിയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് ഹാങ്കിങ് ഓൺ എ റോപ്പ്. പക്ഷേ അങ്ങോട്ട് എത്താനുള്ള വഴി കേബിൾ കാർസ് മാത്രമല്ല, അവിടോട്ട് സ്റ്റെയർസ് ഉണ്ട്. അപ്പോൾ സ്റ്റെയർസ് ക്ലൈംബ് ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഓപ്റ്റ് ചെയ്യാം. ആ കാണുന്ന ഹില്ലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ആ ഹില്ലിൻ്റെ മുകളിലാണ് സ്റ്റാച്ചു ഓഫ് മദർ ഓഫ് ജോർജിയ. The history behind the statue is that it was put up sometime in the 1950s, and it's a 20-meter tall aluminium figure of a woman. And the concept is that the statue in the left hand it's holding a bowl of wine, front side വരുന്നവർക്ക്. And at the same time right hand ഒരു sword പിടിച്ചിരിക്കുക, enemies ആയിട്ട് വരുന്നവർക്ക്. എന്തൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കോൺസെപ്റ്റാണല്ലേ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ അതേ സ്ഥലം എത്തി. ഞങ്ങൾക്ക് അവിടെ തന്നെ ഇറങ്ങാൻ സമയമായി. ബിൽഡിങ്സൊക്കെ നല്ല ഓൾഡ് ബിൽഡിങ്സ് ആണെങ്കിൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് എ വെരി ക്ലീൻ സിറ്റി. അവിടെ ആ കാണുന്നതാണ് സ്റ്റെയർസ്.
അപ്പം കേബിൾ കാർ ഓപ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്റ്റെയർസ് എടുക്കാം. പിള്ളേരായിട്ട് വരുമ്പോൾ അതൊരു ഫീസിബിൾ ഓപ്ഷനല്ല. കേബിൾ കാർ തന്നെയാണ് ബെറ്റർ. അപ്പോൾ ഇറങ്ങാൻ സമയമായി. ഞങ്ങൾ കയറിയ പോലെ തന്നെ ഓടുന്ന വണ്ടിയിൽ നിന്ന് ഒന്ന് ഇറങ്ങട്ടെ. നല്ലൊരു റൈഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഇവിടുന്ന് ഇറങ്ങി അവിടെ തന്നെ കിട്ടുന്ന ഒരു വ്യൂ ആണ് ഇത്. സോ ബ്യൂട്ടിഫുൾ. ഇത് ഏത് ആംഗിളിലോട്ട് നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ വ്യൂസാണ്. ഐ എം സോ ഹാപ്പി ഐ കുഡ് സീ ഇറ്റ് ഇൻ റിയൽ ലൈഫ്. ഇത് സ്റ്റാച്യൂവിലോട്ട് നടക്കുന്ന വഴിയാണ്. നടക്കുന്ന വഴി നിറച്ച് ഒരു സൈഡിൽ നിറച്ച് കടകളാണ്. പിന്നെ സ്ട്രീറ്റ് മ്യൂസീഷ്യൻസ് ഉണ്ട്. അവർ പല രാജ്യങ്ങളുടെ സോങ്സ് പ്ലേ ചെയ്യും. നല്ല തിരക്കായ കാരണം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ. ഫൈനലി വി റീച്ച്ഡ് ദ സ്റ്റാച്യൂ ഓഫ് മദർ ഓഫ് ജോർജിയ. ഇറ്റ്സ് എ വെരി ബിഗ് സ്റ്റാച്യൂ. ഇത് അതിൻ്റെ അപ്പുറത്തു നിന്നുള്ള വ്യൂ ആണ്. പറഞ്ഞ പോലെ പിക്ചർ വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഉള്ള വ്യൂ ആണ്. ഇത് ആക്ച്വലി ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. നമ്മളവിടെ പോയില്ല. ഇവിടെ നിറയെ പൈൻ ട്രീസാണ്. നമ്മുടെ ക്രിസ്മസ് ട്രീ ഇല്ലേ, അത് നിറയെ കാണാം. സ്റ്റാച്യൂവിൻ്റെ അങ്ങോട്ട് നടന്നപ്പം ഞാൻ പറഞ്ഞില്ലേ സൈഡിൽ നിറച്ച് കടകളുണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഒന്നും വാങ്ങിയില്ല. തിരിച്ച് വന്നപ്പം ഈ ചിമ്മി കേക്കിൻ്റെ കടയിൽ കയറി ഞങ്ങളിത് വാങ്ങി കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഫ്രഷായിട്ട് ഉണ്ടാക്കി അതിനുള്ളിൽ ഐസ്ക്രീം നിറച്ച് വരും. ഐസ്ക്രീമിൻ്റെ നമുക്ക് ഫ്ലേവേഴ്സ് നമുക്ക് ആവശ്യമുള്ള പറയാം. ഞാൻ ചോക്കോ വനിലയാണ് പറഞ്ഞത്. അതുകൂടാണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫില്ലിങ് നമുക്ക് വേണമെങ്കിൽ അതും പറയാം. ഫ്രൂട്ട്സ് പറയാം, ഓറിയോസ് പറയാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് പറയാം. ഞാൻ ഫ്രൂട്ട്സാണ് പറഞ്ഞത്. അതിലേക്ക് ബനാനയും ഗ്രേപ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഐസ്ക്രീം ഇട്ട് വന്നു. ഇറ്റ് വാസ് സോ യമ്മി. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിമ്നി കേക്കും ഐസ്ക്രീമും നല്ലൊരു കോംബോ ആണ്. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ചിമ്നി കേക്ക്. നല്ല തിരക്കായിരുന്നു. കുറേ നേരം നിന്ന ശേഷമാണ് ഇത് കിട്ടിയത്. ഇത് പിന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള കണ്ട ഒരു സാധനമാണ് നമ്മുടെ കോട്ടൺ ക്യാൻഡി. നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് പോലെ അല്ല. ഇത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ മോൾഡ് ചെയ്ത് തരും. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേബിൾ കാർ എടുത്ത് തിരിച്ച് താഴെ വന്നിട്ട് we started walking around the streets of Tbilisi. One of the most beautiful and happening street is the Chardin Street. It's not just a happening street, it's also one of the oldest street. Like with time it has seen its evolution. It's that old. So as you can see, നമുക്ക് ഇങ്ങനെ സെൻറ്ററിൽ നടക്കാൻ സ്ഥലമുണ്ട്. And on both sides you have fancy restaurants, clubs, saloons, galleries and all that. People come here, have good food, great wine with good company, with a light music playing in the background. It's a nice ambience. I like the vibe of the place. It's beautiful. The people here are also quite friendly and welcoming. The language spoken here is mostly Georgian and Russian. English is not so common. So അടുത്ത സ്ഥലം ഞങ്ങൾ പോയത് പീസ് ബ്രിഡ്ജ് ആണ്. ഇറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആൻഡ് ഇറ്റ്സ് എ പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ബിൽഡ് ഓവർ എ റിവർ. ആൻഡ് ദ മെയിൻ ഫീച്ചർ ഇസ് ദാറ്റ് ഇറ്റ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ബോ ആൻഡ് ഇറ്റ്സ് മെയ്ഡ് ഓഫ് ഫുൾ ഓഫ് ബ്ലൂ പാനൽസ് and it has more than 10,000 LED lights
അപ്പോൾ രാത്രി ഈ ഗ്ലാസും ലൈറ്റ്സും കൂടെ അതിനെ ഇല്യൂമിനേറ്റ് ചെയ്ത് ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. This is the view we get when we stand in the center of the bridge. The river flowing in the center and the cars zooming. It's beautiful. ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് നല്ല രസമാണ്. എത്ര നേരം വേണമെങ്കിലും നിൽക്കാം ഇവിടെ. It was very beautiful. I love how Tbilisi has a mix of both the old and the new. The old monuments and at the same time the new constructions, the new charm. It's very nice. അപ്പോൾ ഇത് കഴിഞ്ഞു വി ആർ വൈൻഡിങ് അപ്പ് ഫോർ ദ ഡേ. നമ്മളിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി വി മൂവ്ഡ് ഓൺ ടു റൈക്ക് പാർക്ക്. ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് ലേറ്റ്. ഇതിപ്പം വീഡിയോ കാണുമ്പോൾ യു വിൽ ഫീൽ ലൈക്ക് ഇറ്റ്സ് 5:36 ആ ഒരു ടൈമാണ് തോന്നുക. ബട്ട് ആക്ച്വലി ഇറ്റ്സ് അറൗണ്ട് 7:30, 7:45 ആയി. സോ the sunset is quite late. So we are going back to our hotel. ഈ കാണുന്ന എല്ലാം നമ്മുടെ ക്രിസ്മസ് ട്രീ ടൈപ്പുള്ള പൈൻ ട്രീസ് ആണ്. സോ അങ്ങനെ സിറ്റി ടൂർ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. വി ആർ ചെക്കിംഗ് ഇൻ ടു ദ മൺഡേ ഹോട്ടൽ. ദിസ് ഹോട്ടൽ ഇസ് വെരി നിയർ ടു ദ സിറ്റി സെൻറ്റർ. വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ നിറയെ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. So that's very convenient. So it was a really long day today. എന്തെങ്കിലും കഴിച്ചിട്ട് പെട്ടെന്ന് കിടക്കണം. Very tired but equally excited for tomorrow. Tomorrow we are going to Godavari. So we'll be coming up with a video on that very soon. But before saying bye-bye, let me show you our room. എന്നിട്ട് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം. സിൻസ് വി ആർ എ ഫാമിലി ഓഫ് 4, ഞങ്ങൾക്ക് എക്സ്ട്രാ കോട്ട് ഞങ്ങൾ ചോദിച്ചായിരുന്നു. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് സ്പേഷ്യസ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു ഇവിടെ. വി റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ലെറ്റ് മീ ഷോ യു ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് ദ റൂം. ഇവിടെ ഒരു ചെറിയ മിനി ബാൽക്കണി ഉണ്ട് കേട്ടോ. യു ക്യാൻ ഓപ്പൺ ഇറ്റ് ആൻഡ് ദ വ്യൂ ഇസ് അമേസിങ്. You can see the river, the mountains, and it's beautiful. So that's it. This is everything that we saw and did in Tbilisi. If you like this video, please do subscribe to my channel. See you soon with another one. Till then, ta-da, bye-bye.